2026-ലും LDF തുടർഭരണം നേടും. 82 സീറ്റുകൾ നേടി LDF അധികാരത്തിൽ വരും. പറയുന്നത് CPM അല്ല, CPI അല്ല, കോൺഗ്രസ് തന്നെയാണ്. കോൺഗ്രസിൻ്റെ രാഷ്ട്രീയ വിദഗ്ധൻ സുനിൽ കനഗോലു ഹൈക്കമാൻഡിന് സമർപ്പിച്ച റിപ്പോർട്ടിലാണ് ഇക്കാര്യം പറഞ്ഞിട്ടുള്ളത്. ആ റിപ്പോർട്ട് ഇപ്പോൾ കോൺഗ്രസ്സുകാർ തന്നെ പുറത്ത് വിട്ടിരിക്കുന്നു. കോൺഗ്രസ്സുകാർ അല്ലെങ്കിലും ഇങ്ങനെയാണ് രഹസ്യാത്മകത കാത്തു സൂക്ഷിക്കാൻ കോൺഗ്രസ്സിന് കഴിയില്ല. അത് കോൺഗ്രസിൻ്റെ ദൗർബല്യം തന്നെയാണ്. സുനിൽ കനഗോലുവിൻ്റെ റിപ്പോർട്ടിൽ കോൺഗ്രസ്സിന് എവിടെയാണ് വീഴ്ച സംഭവിക്കുന്നതെന്ന് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. മാസങ്ങളായി കേരളത്തിൽ പഠനം നടത്തിയ സുനിൽ കനഗോലുവിൻ്റെ ടീം റിപ്പോർട്ട് സമർപ്പിക്കുമ്പോൾ അത് സമഗ്രമായ ഒരു റിപ്പോർട്ടാക്കാനാണ് സാധ്യത. മധ്യകേരളത്തിൽ, പ്രത്യേകിച്ച് കോട്ടയം, എറണാകുളം ജില്ലകളിൽ UDF തകർന്ന് തരിപ്പണമാകും എന്നാണ് സുനിൽ കനഗോലുവിൻ്റെ റിപ്പോർട്ട്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജോസ് കെ മാണിയുടെ സഹായത്തോടുകൂടി കോട്ടയത്ത് വലിയൊരു കുതിച്ചുകയറ്റമാണ് LDF നടത്തിയത്. ആ കുതിച്ചുകയറ്റം ഇത്തവണയും നിലനിൽക്കും. എറണാകുളത്ത് കോൺഗ്രസ്സിന് അടിതെറ്റും. അതേസമയം വടക്കൻ കേരളത്തിലും തെക്കൻ കേരളത്തിലും നേട്ടമുണ്ടാക്കാൻ കോൺഗ്രസ്സിന് കഴിയുമെങ്കിലും അതൊരു തരംഗമൊന്നും ആവില്ല. വടക്കൻ കേരളത്തിൽ കോൺഗ്രസ് അല്പം മുന്നേറ്റം ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ അതൊരു തരംഗമാകാനോ ട്രെൻഡ് സെറ്ററാകാനോ വേണ്ടിയുള്ള മുന്നേറ്റമല്ല. തെക്കൻ കേരളം ഭരണവിരുദ്ധ വികാരം നിലനിൽക്കുന്ന ജില്ലകളാണ് തെക്കൻ കേരളത്തിലുള്ളത്. അതുകൊണ്ട് തെക്കൻ കേരളത്തിൽ നേട്ടമുണ്ടാക്കാൻ, കഴിഞ്ഞ തവണത്തേക്കാൾ നേട്ടമുണ്ടാക്കാൻ കോൺഗ്രസ്സിന് കഴിയും. പക്ഷേ ഒരു പരിധിക്കപ്പുറം ഒരു കുതിച്ചുപായൽ തെക്കൻ കേരളത്തിലും ഉണ്ടാകില്ല. മധ്യകേരളത്തിൽ കോൺഗ്രസിൻ്റെ നടുപൊടിയും. ഇതാണ് സുനിൽ കനഗോലു പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ടീം മാസങ്ങളായി കേരളത്തിലുടനീളം സർവേ നടത്തിയും കോൺഗ്രസ് നേതാക്കളെ കണ്ടും ഒക്കെ തയ്യാറാക്കിയ റിപ്പോർട്ടാണ്. സുനിൽ കനഗോലുവിൻ്റെ റിപ്പോർട്ട് അങ്ങനെ തെറ്റാറില്ല. കർണാടകയിൽ കോൺഗ്രസിനെ അധികാരത്തിലെത്തിച്ചത് സുനിലിൻ്റെ തന്ത്രമാണ്. തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞനായ അദ്ദേഹം തെരഞ്ഞെടുപ്പ് സർവേ നടത്തുവാനും ആ സർവേ നടത്തി തൻ്റെ പാർട്ടിയുടെ പോരായ്മകൾ പരിഹരിക്കാനും ഒക്കെ വിദഗ്ധനാണ്. അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ട് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾക്ക് ഇടുത്തിയായാണ് വന്നിരിക്കുന്നത്. ഹൈക്കമാൻഡിന് കൊടുത്ത റിപ്പോർട്ടിൽ എന്തുകൊണ്ട് മധ്യകേരളത്തിൽ കോൺഗ്രസ് തകർന്ന് തരിപ്പണമാകും എന്നതിൻ്റെ കാര്യകാരണങ്ങൾ വിശദമായി സുനിൽ കനഗോലു പറഞ്ഞിട്ടുണ്ട്. KPCC പുനഃസംഘടിച്ച് നിൽക്കുകയാണ് ഇപ്പോൾ. പക്ഷേ ആ പുനഃസംഘടന കൊണ്ട് വലിയ നേട്ടമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല എന്നാണ് കോൺഗ്രസിലെ മുതിർന്ന നേതാക്കളുടെ പ്രസ്താവനകൾ തെളിയിക്കുന്നത്. കോൺഗ്രസിൽ സ്വന്തമായി അണികളുള്ള ഏക നേതാവ് K. സുധാകരനാണ്. അദ്ദേഹത്തെ മാറ്റിയത് കോൺഗ്രസിന് വലിയൊരു തിരിച്ചടിയാകും എന്നത് ഉറപ്പാണ്. സുധാകരനെ മാറ്റി സണ്ണി ജോസഫിനെ കൊണ്ടുവന്നപ്പോൾ സണ്ണി ജോസഫ് KPCC പ്രവർത്തിപ്പിച്ച് തുടങ്ങിയപ്പോൾ പലവിധത്തിലുള്ള ഒളിയമ്പുകളാണ് അദ്ദേഹത്തിനെതിരെ മുതിർന്ന നേതാക്കൾ എഴുതുന്നത്. K. മുരളീധരനൊക്കെ പലതരത്തിലുള്ള ഒളിയമ്പുകൾ എഴുതു. ആ ഒളിയമ്പുകൾ എയ്യുന്നത് കേരളത്തിലെ കോൺഗ്രസിലെ അനൈക്യത്തെയാണ് സൂചിപ്പിക്കുന്നത്. കോൺഗ്രസിന് ജയിക്കാൻ ഒരുപാട് കടമ്പകൾ താണ്ടേണ്ടി വരും. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് മുന്നേറ്റം ഉണ്ടാകണമെങ്കിൽ ഒരുപാട് പരിശ്രമിക്കേണ്ടി വരും. ഇതൊക്കെ കൃത്യമായി സുനിൽ കനഗോലു ഹൈക്കമാൻഡിനെ അറിയിച്ചിട്ടുണ്ട്. ചുരുക്കത്തിൽ സുനിൽ കനഗോലുവിൻ്റെ റിപ്പോർട്ട് കോൺഗ്രസിന് വലിയൊരു തിരിച്ചടിയായി മാറിയിരിക്കുകയാണ്. കോൺഗ്രസ് പുതിയ അധ്യക്ഷൻ്റെ കീഴിൽ പ്രവർത്തിച്ചു തുടങ്ങിയപ്പോൾ തന്നെയാണ് ഈ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത് എന്നതും ശ്രദ്ധേയം. ഹൈക്കമാൻഡിന് സുനിൽ കനഗോലു കൊടുത്ത റിപ്പോർട്ട് പല ഓൺലൈൻ മാധ്യമങ്ങളും വാർത്തയാക്കി മാറ്റിയിരിക്കുന്നു. സുനിൽ കനഗോലുവിൻ്റെ റിപ്പോർട്ട് കൃത്യമാണെന്ന് പറയാനാവില്ലെങ്കിലും 82 സീറ്റ് LDFന് ജയിക്കുമെന്ന്, 82 സീറ്റിൽ LDF ജയിക്കുമെന്ന്, അങ്ങനെ അവർ തുടർഭരണം നേടുമെന്ന്
അദ്ദേഹം അക്കമിട്ട് പറയുമ്പോൾ അതിൽ കുറെ സത്യങ്ങളുണ്ട് എന്നത് ശ്രദ്ധേയം. തെക്കൻ കേരളത്തിലും വടക്കൻ കേരളത്തിലും കോൺഗ്രസ് മുന്നേറ്റം ഉണ്ടാക്കുമെങ്കിലും അത് ഭരണം പിടിക്കാൻ പറ്റുന്ന മുന്നേറ്റമായിരിക്കില്ല എന്ന് സുനിൽ കനകൂല് പറയുമ്പോൾ അവിടെയും കോൺഗ്രസിന് പിഴയ്ക്കുന്നു എന്ന സത്യമാണ് അദ്ദേഹം വിളിച്ച് പറഞ്ഞിരിക്കുന്നത്. വളരെ കൃത്യമായി രാഷ്ട്രീയ തന്ത്രജ്ഞത പ്രകടിപ്പിക്കുന്ന റിപ്പോർട്ടുകൾ തയ്യാറാക്കുന്നതിൽ സുനിൽ കനകൂല് വിദഗ്ധനാണ്. കർണാടകയിൽ കോൺഗ്രസിനെ അധികാരത്തിലേറ്റിയത് അദ്ദേഹത്തിന്റെ തന്ത്രമാണ്. ഇടഞ്ഞു നിന്ന സിദ്ധരാമയ്യയെയും DK ശിവകുമാറിനെയും ഒരുമിപ്പിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. ഒരുമിച്ച് നിന്നപ്പോഴാണ് കർണാടകത്തിൽ കോൺഗ്രസ് വലിയൊരു മുന്നേറ്റം ഉണ്ടാക്കിയത്. പക്ഷേ കേരളത്തിൽ കോൺഗ്രസ് ഒരുമിച്ച് നിൽക്കുന്ന കാര്യം വളരെ പാടാണ്. കോൺഗ്രസിന് ഒരു ഗ്ലാമർ താരമില്ല എന്നത് ശ്രദ്ധേയമാണ്. പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ VD സതീശന് പറയുന്നത് പോലെ ശോഭിക്കാൻ കഴിയുന്നില്ല. മാത്യു കുഴൽനാടനും മറ്റുമാണ് കോൺഗ്രസിന് വേണ്ടി ഘോരം വാദിക്കുന്നത്. VD സതീശൻ പലപ്പോഴും ഉയർത്തുന്ന ആരോപണങ്ങൾ ഉണ്ടയില്ലാത്ത വെടികളായി മാറുന്നു. രമേശ് ചെന്നിത്തലയാകട്ടെ നിരാശയിലാണ്. അദ്ദേഹത്തിന് അടുത്ത തവണ മുഖ്യമന്ത്രിയാകണം. അതാണ് അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം. അതിനുവേണ്ടി NSSന്റെ സപ്പോർട്ട് നേടിയിരിക്കുകയാണ് രമേശ് ചെന്നിത്തല. മുരളീധരനും നിരാശയുണ്ട്. മുരളീധരനെ പല വിധത്തിലുള്ള അധികാര സോപാനങ്ങളിൽ എത്തിക്കുമെന്ന് കോൺഗ്രസ് സൂചന നൽകിയിരുന്നുവെങ്കിലും അധികാര സോപാനങ്ങളിലൊന്നും അദ്ദേഹം എത്തിയില്ല. UDF കൺവീനറായിരിക്കുന്നത് ഇപ്പോൾ അടൂർ പ്രകാശാണ്. KPCC അധ്യക്ഷനായിരിക്കുന്നത് സണ്ണി ജോസഫാണ്. മുരളീധരനും നിരാശനാണ്. മാത്രമല്ല, താൻ മത്സരിക്കാൻ ആഗ്രഹിക്കുന്ന വട്ടിയൂർക്കാവിൽ താൻ ജയിക്കില്ല എന്ന സത്യവും മുരളീധരൻ തിരിച്ചറിഞ്ഞിരിക്കുന്നു. വട്ടിയൂർക്കാവിൽ നിന്ന് സുരക്ഷിത മണ്ഡലം തേടി ഓടുകയാണ് മുരളീധരൻ ഇപ്പോൾ. സുധാകരൻ അസംതൃപ്തിയിൽ തന്നെയാണ്. തന്നെ KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റിയതിൽ അസംതൃപ്തിയുണ്ട് അദ്ദേഹത്തിന്. അത് അദ്ദേഹം പരസ്യമായി പ്രകടിപ്പിക്കുകയും ചെയ്തു. എന്തായാലും സണ്ണി ജോസഫിന്റെ കീഴിൽ കോൺഗ്രസ് അത്ഭുതങ്ങൾ കാട്ടുമോ എന്നാണ് ഇനി അറിയേണ്ടത്. സണ്ണി ജോസഫ് KPCC അധ്യക്ഷനാകുന്നതിന് മുമ്പാണ് സുനിൽ കനകൂല് ഈ റിപ്പോർട്ട് സമർപ്പിച്ചത്. സുനിൽ കനകൂലുവിന്റെ കൂടി നിർദ്ദേശപ്രകാരമാണ് KPCCയെ ഹൈക്കമാൻഡ് ഉടച്ചു വാർത്തത്. പക്ഷേ ആ ഉടച്ചു വാർക്കൽ കൊണ്ട് ഒരു പ്രയോജനവും ഉണ്ടാകില്ല എന്ന സൂചനകളാണ് മുതിർന്ന നേതാക്കൾ നൽകുന്നത്. ഒന്നാമത്, സണ്ണി ജോസഫിന് ഒരു വലിയ ഇമേജ് കേരളത്തിലില്ല. മുരളീധരനെ പോലെയോ സുധാകരനെ പോലെയോ രമേശ് ചെന്നിത്തലയെ പോലെയോ മുല്ലപ്പള്ളി രാമചന്ദ്രനെ പോലെയോ ജനകീയനായ ഒരു നേതാവായി സണ്ണി ജോസഫ് വളർന്നിട്ടില്ല ഈ പ്രായത്തിലും. അത് അദ്ദേഹത്തിൻ്റെ പരിമിതി തന്നെയാണ്. പക്ഷെ അദ്ദേഹം ഇപ്പോൾ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നു. അതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടാകുമോ എന്ന് ചോദിച്ചാൽ അത് ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ്. ഫണ്ടിങ്ങിൻ്റെ അഭാവം കേരളത്തിൽ കോൺഗ്രസിനുണ്ട്. ഫണ്ടിങ്ങിൻ്റെ അഭാവം, ബൂത്ത് തല പ്രവർത്തകരുടെ അഭാവം, ഇതൊക്കെ കേരളത്തിൽ കോൺഗ്രസ് അനുഭവിക്കുന്നു. കേഡർ പാർട്ടിയൊന്നുമല്ല കോൺഗ്രസ്. പക്ഷേ കോൺഗ്രസിനെ നെഞ്ചോട് ചേർക്കുന്ന ഒരു വിഭാഗം ജനങ്ങൾ ഇപ്പോഴുമുണ്ട്. അവരെയൊന്നും സംരക്ഷിച്ചു നിർത്താൻ കോൺഗ്രസിന് കഴിയുന്നില്ല. എന്തായാലും 2026 LDF അധികാരത്തിൽ വരും എന്ന് പറഞ്ഞത് CPM-ഓ, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ CPM-ഓ CPI-ഓ ഒന്നുമല്ല, കോൺഗ്രസ് തന്നെയാണ്. കോൺഗ്രസിൻ്റെ രാഷ്ട്രീയ തന്ത്രജ്ഞൻ തന്നെയാണ്. ഇനി മാറിയാൽ കോൺഗ്രസിന് കൊള്ളാം. അല്ലെങ്കിൽ തമ്മിലടിച്ച് യാദവകുലം പോലെ നശിക്കും കോൺഗ്രസ്.